നിങ്ങൾക്കറിയുമോ, സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ മാംസഭക്ഷണം കഴിച്ചിട്ട് കുറേയായി. അങ്ങനെയായപ്പോൾ അവരുടെ നേതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മാംസഭക്ഷണം വേണം. അപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള സ്വഹാബത്ത് പറഞ്ഞു, നമുക്ക് മാംസഭക്ഷണം തരാൻ എന്തിനാണ് ഇദ്ദേഹം അങ്ങോട്ട് പോയി പെർമിഷൻ ചോദിക്കുന്നത് എന്ന ഒരു ചർച്ച നടക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെല്ലുമ്പോ ഈ സ്വഹാബിയോട് പറയുന്നു, അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, അവർ മാംസം കഴിച്ചിരിക്കുന്നു, അവർ മാംസം കഴിച്ചിരിക്കുന്നു. അല്ല നബിയെ, ആ സ്വഹാബത്ത് മാംസം കഴിച്ചിട്ട് കുറെ കാലമായി, അതുകൊണ്ട് അവർക്ക് മാംസഭക്ഷണം കൊടുക്കണം. ഇല്ല മോനെ, അവർ മാംസം കഴിച്ചിരിക്കുന്നു, ഇപ്പോഴവർ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബി തിരിച്ചു വന്നു, ചോദിച്ചു, നിങ്ങൾ മാംസം കിട്ടിയോ? നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമതും തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. അപ്പോഴും തിരുനബി തങ്ങൾ പറയുന്നു, അവരിപ്പോൾ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതും പറയുന്നു. അപ്പോൾ തിരുസവിധത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുന്നു, ഖദ് അകൽതും ലഹമ അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാംസം കഴിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയപ്പോഴേക്ക് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു. ആ സംസാരം അദ്ദേഹത്തിന്റെ മാംസം കഴിച്ചതിന് സമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം കൊണ്ടുവന്ന് ഛർദിക്കാൻ പറയുമ്പോൾ, രക്തവും മാംസവും ഒക്കെ ഛർദിക്കുന്നെങ്കിൽ സമാനമായ നിരവധി സംഭവങ്ങൾ ഗസാലി ഇമാം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റമളാനിന്റെ രാപ്പകലുകൾ നമ്മൾ സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരുന്നാൽ റമളാനിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇന്നാണെങ്കിൽ എല്ലാ ചാനലുകളും റമളാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഫോക്കസ് ചെയ്യുന്ന കാലമാണ്. അന്യ സ്ത്രീയെ ചോദ്യോത്തരത്തിന് വേണ്ടി സ്ക്രീനിൽ ഇരുത്തിയിട്ട് ഒരുപാട് പുരുഷന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുന്നവരാണ്. ഒരുപക്ഷെ ചോദ്യം ചോദിക്കുന്ന പെണ്ണിന്റെ മുമ്പിലിരുന്ന് മറുപടി പറയുന്നത് ഇസ്ലാമിക ലോകത്തെ ഒരു പണ്ഡിത വേഷധാരിയായിരിക്കാം, അതുകൊണ്ട് നീതീകരിക്കാൻ പറ്റൂല. അങ്ങനെ ഇരുന്നു കൊണ്ട് ചർച്ചകളും ഗവേഷണങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളും എല്ലാം വന്ന് അതിന്റെ ഇടയിൽ അനാവശ്യ പരസ്യങ്ങളും കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരീ, അതിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സമയം കളയാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, ഇൻ തത്ലുബു മൂനിസൻ ഫൽ ഖുർആനു യക്ഫീ, നിങ്ങൾക്ക് നേരം പോക്കാണ് ആവശ്യമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അതിന് മതിയല്ലോ. നിങ്ങൾക്ക് നേരം പോക്ക് വേണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമ്, അത് ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന, ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്ന, കൽപ്പനകളും നിരോധനങ്ങളും ഉൾക്കൊള്ളുന്ന, അല്ലാഹുവിന്റെ ആജ്ഞയുടെ ആർജവം ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ കലാമിനെ നിങ്ങൾ പാരായണം ചെയ്താൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അത് പാരായണം ചെയ്തവരെ ഉന്തിത്തള്ളുകയാണ് ഇലൽ ജന്ന, അവരെ ശുപാർശ ചെയ്യുകയാണ് ഇലല്ലാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്ത് റമളാനിനെ സജീവമാക്കിക്കോ. അറിയുമോ, ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ കൽപ്പനകളുടെ ഭാഗം വരുമ്പോൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നു, നിരോധനത്തിന്റെ ഭാഗം വരുമ്പോൾ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നു. പരലോക വിചാരങ്ങൾ ഉയർത്തുമ്പോൾ അവിടുത്തെ കണ്ണു നിറയുന്നു. അവിടുന്ന് നരകത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ കാവലിനെ ചോദിക്കുന്നു, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ ഓരോ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ
സമുദായത്തിന്റെയും ആളുകളെ സാക്ഷിയാക്കി കൊണ്ടുവരുമെന്നും അവസാനം വജ്നാബിക അലാ ഹഉലാഇ ശഹീദാ. ഓ നബിയേ, കഴിഞ്ഞുപോയ തലമുറകളുടെയും ജനവിഭാഗങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും ജനതതികളുടെയും മുഴുവനും സാക്ഷിയായി തങ്ങളെ കൊണ്ടുവരപ്പെടുമെന്ന് പറയുമ്പോൾ ആത്മാവിന്റെ അകത്തളങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിനോട് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുപോയി, നിർത്തൂ, എനിക്കിനി ബാക്കി കൂടി ഓതിക്കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിക പ്രഭാവത്തോടെ ഓതിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആനിലെ ഓരോ അധ്യായങ്ങളും ഓരോ വിഷയങ്ങളായിരുന്നുവെങ്കിൽ ഖുർആൻ ഓതി തീർക്കാൻ എനിക്ക് കഴിയില്ല. ഖുർആനിൽ ഇടയ്ക്ക് സ്വർഗം പറയും, ആ സ്വർഗത്തിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് മൂർച്ഛിച്ചു വരുമ്പോൾ നരകത്തിന്റെ ഭയാനകത പറയും, രക്ഷയെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഉടനെ ശിക്ഷയെക്കുറിച്ച് പറയും. അങ്ങനെ വളരെ സൈക്കിക്കായി ക്രമീകരിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ഘടനയുള്ള പരിശുദ്ധമായ ഖുർആൻ ആയതുകൊണ്ടാണ് എനിക്ക് ഓതാൻ കഴിയുന്നതെന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യമുള്ള പരിശുദ്ധമായ ഖുർആനിനെ, അള്ളാഹുവിന്റെ കലാമിനെ നമ്മുടെ അധരങ്ങളിലൂടെ വിനിയോഗിക്കുക നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. അതല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉന്നതർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉന്നതർ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ ആരെങ്കിലും അശ്രദ്ധമായി പാരായണം ചെയ്താൽ അതിലേക്ക് അള്ളാഹുവിന് ആവശ്യമില്ല. അതിന്റെ ആത്മാവിനെ അറിയാതെ ആരെങ്കിലും പാരായണം ചെയ്താൽ റബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു, എത്രയോ ആളുകളാണ് ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ അവരെ ശപിക്കുന്നു എന്ന പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുമ്പോ ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ നമ്മൾ പഠിക്കണം. പഠിച്ച മക്കളെ കൊണ്ട് ഓതിയിട്ട് കേൾക്കണം. നല്ല ഖുർആനിന്റെ കാസറ്റ് ഇട്ടിട്ട് മുസ്ഹഫ് ഒപ്പം ഓതിയാൽ നമുക്ക് ഖുർആൻ ഓതൽ പിഴവില്ലാതെ ഓതാൻ പഠിക്കാൻ ഒരു ഉപാധിയാണ്. അതുപോലെയുള്ള ഉപാധികൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു. ഇന്ന് അതിന് നേരമില്ലാത്ത കാലം. റമളാൻ മാസത്തിൽ 60ഉം 30ഉം ഒക്കെ ഖത്മ് തീർത്തവർ, സമീപകാലത്ത് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഉമൈനല്ലൂർ ശൈഖുന മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ അൽ അൻഫാസി അൽ ഖാദിരി, നമ്മുടെ തൊട്ടടുത്ത് വഫാത്തായി പോയ മഹാനല്ലേ. അവിടുന്ന് റമളാൻ മാസത്തിൽ 15ഉം 18ഉം ഖത്മോതുമായിരുന്നു എന്ന് അനുഭവസ്ഥരായ ആളുകൾക്കറിയാം. ഈ നാട്ടിലുള്ളവർ മഹാനവർകളെ സന്ദർശിച്ചവരുണ്ട്. അതുപോലെ പ്രായമേറിയ കാലഘട്ടത്തിൽ ഇരുന്നോതാൻ കഴിയുന്നില്ല. കിടന്നുകൊണ്ട് നെഞ്ചത്ത് ഖുർആൻ വെച്ചുകൊണ്ട് ഓതുന്നത് നേരിട്ട് കാണാൻ മുതഅല്ലിമുകളായ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞുപോയ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഉമ്മമാരുണ്ട്, വലിയുമ്മമാരുണ്ട്. അവരെല്ലാം സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റമളാനിന്റെ രാപ്പകലുകൾ ഖുർആൻ കൊണ്ട് സജീവമാക്കിക്കോ. കാരണം ഖുർആൻ നാളെ നമ്മുടെ കൂടെ ഖബറിലേക്ക് വരുന്ന ആരാധനയാണ്. നമ്മളെ എവിടെയെങ്കിലും പിടിച്ചാൽ രക്ഷപ്പെടുത്താനുള്ളതാണ്. അതല്ലേ സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഓ നബിയേ, ഞങ്ങളൊരു ഖബറിന്റെ അടുക്കൽ തമ്പടിച്ചിട്ട് ആ ഖബറങ്ങ് കുഴിഞ്ഞുപോയി. ഖബറിലേക്ക് നോക്കിയപ്പോൾ ഒരാളിരുന്നു കൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്. അങ്ങനെ സൂറത്തുൽ മുൽക്ക് പൂർണ്ണമായും അദ്ദേഹം ഓതി. ഹത്താ ഖതമഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖുർആൻ ഓതാൻ പറ്റൂല എന്നല്ല,
മരണപ്പെട്ടവർക്ക് ഖബറിൽ മുസ്ഹഫ് എവിടെ കിട്ടിയെന്നല്ല, സ്വർണത്താലുള്ള മുസ്ഹഫ് കയ്യിൽ വെച്ചുകൊണ്ട് പാരായണം നടത്തുന്നയാളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ പറയപ്പെട്ടപ്പോൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, അത് ഖബറിന്റെ ശിക്ഷയെ തടയുന്ന, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈമാനുള്ള ഉമ്മമാരെ ഖുർആൻ പാരായണം ചെയ്തു. നാളെ സൂറത്തുൽ മുൽക്ക് മുടങ്ങാതെ പാരായണം ചെയ്യണം. അത് നമുക്ക് ഖബറിൽ നിന്നുള്ള ശിക്ഷയെ തൊട്ടുള്ള രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലികുല്ലി ഷൈഇൻ ഖൽബൻ, എല്ലാ വസ്തുവിനും ഒരു ഹൃദയമുണ്ട്, എല്ലാ വസ്തുവിനും ഒരു ആത്മാവുണ്ട്, ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആനിന്റെ ആത്മാവെന്ന് പറയുന്നത് സൂറത്തു യാസീനാണ്. അതുകൊണ്ട് ആ യാസീൻ നിങ്ങൾ അനവധി തവണ പാരായണം ചെയ്യണം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി യാസീൻ പാരായണം ചെയ്യുന്നത്. കാരണം അത് ഖുർആനിന്റെ ആത്മാവാണ്, ഹൃദയമാണ്. അതിനെ നിങ്ങൾ പാരായണം ചെയ്തു. ഫഖറഊ അലാ മൗതാകും സൂറത യാസീൻ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിലും നിങ്ങൾ യാസീൻ ഓദിക്കോ എന്ന് ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ആ ഖുർആനിനെ ദുനിയാവിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്യണം. അതിലേക്ക് പ്രണയം കാട്ടിയ ആളുകൾ പലരും ഖബറിലിരുന്ന് ഓതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയ്യു നാബുലുസി തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളതാ ഒരു ഖബർ കുഴിക്കുമ്പോൾ മറ്റൊരു ഖബറിന്റെ ഇഷ്ടിക അങ്ങ് വീണുപോയി. അപ്പോൾ സുവർണ്ണ നിറമുള്ള മുസ്ഹഫ് വെച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഈ ഇഷ്ടിക മറിഞ്ഞു വീണപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളായോ? ഇവര് പറഞ്ഞു ഇല്ല. എന്നാൽ ആ ഇഷ്ടിക എടുത്തങ്ങ് വെച്ചേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഖുർആൻ പാരായണം തുടരുന്നു എന്ന് അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഗനിയ്യു നാബുലുസി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുള്ളവർ, നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ അബൂ ഹനീഫ ഇമാമു തങ്ങളെ, അവിടുന്ന് മരണപ്പെട്ട സ്ഥലത്ത്, വഫാത്തായ സ്ഥലത്ത് വെച്ച് മാത്രം ഓതിയതാണ് 7000. മറ്റുള്ള സ്ഥലങ്ങളിലും നിസ്കാരങ്ങളിലും ഓതിയതിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. അത്രയും തവണ ഖുർആൻ പാരായണം ചെയ്യുന്നു. നമ്മൾ വർഷത്തിൽ ഒരു 3 തവണയെങ്കിലും ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിൽ ഈ ഖുർആൻ നമുക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞ മഹത്തുക്കളുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ നിരന്തരമായി പാരായണം ചെയ്യുന്നവരും അതിന്റെ അനുഗ്രഹം നേടുന്നവരുമായി മാറാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ. അത് ഈമാനോടെ ഓതുമ്പോഴാണ് പ്രതിഫലം കിട്ടുക. അല്ലാതെ ഇന്ന് ചില ആളുകൾ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിറങ്ങുന്ന ആളുകളുണ്ട്. ചറപറ ആയത്തുകൾ ഓതിപ്പോകുന്ന ആളുകൾ ഉണ്ട്. ഖുർആനിന്റെ പരിഭാഷകളിലൂടെ കളങ്കപ്പെടുത്തിയവരുണ്ട്. അവർക്കൊന്നും ആ മൂല്യം ലഭിക്കുകയില്ല. കാരണം നമ്മുടെ നാട്ടിലിറങ്ങിയ ഒട്ടുമുക്കാൽ പരിഭാഷകളും പ്രിയപ്പെട്ടവരെ ഖുർആനിനോട് നീതി പുലർത്താത്തതാണ്. അതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് സൗഹാർദ്ദത്തോടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പല സ്ഥലത്തും ഖുർആനിനോടോ ഖുർആനിന്റെ ആയത്തുകളോടോ നീതി പുലർത്തിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഖുർആനിലെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പോലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവകളെ അവലംബിക്കാതെ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ പഠിച്ചോ. ഖുർആൻ മലയാള ലിപിയിൽ എഴുതിയ ചില പരിഭാഷകളുണ്ട്. അതുമായി ബന്ധപ്പെടുന്നതും ശരിയല്ല. കാരണം അത് ചിലപ്പോൾ നമ്മുടെ പാരായണത്തെ പിഴപ്പിച്ചു കളയുന്നതാണ്. കൃത്യമായും നമ്മളെ അറബി പഠിക്കണം. അത് ഖുർആനിന്റെ ഭാഷയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്, ഹദീസിന്റെ ഭാഷയാണ്.
അല്ലാഹ് അവന്റെ കലാം ഇറക്കാൻ സ്വീകരിച്ച ഭാഷയാണ്. അതുകൊണ്ട് ആ ഭാഷയോട് നമുക്ക് വിശ്വാസപരമായി ബന്ധമുണ്ട്. എല്ലാം പരിഭാഷപ്പെടുത്തുക എന്ന നിലക്ക് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ശൈലി ശരിയല്ല. മറിച്ച് ഖുർആനിന്റെ ഭാഷ പഠിച്ചോ. രണ്ടാമതായി നമ്മുടെ നിസ്കാരം. പ്രിയപ്പെട്ടവര്, റമളാൻ മാസത്തിൽ മാത്രം പള്ളിയിൽ കയറുന്ന ചില ആളുകളുണ്ട്. അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതുകൂടി മുടക്കിക്കളയും. അങ്ങനെയല്ല, എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കണം. റമളാൻ മാസമാകുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അതുപോലെ തറാവീഹ് നിസ്കാരത്തിൽ ജാഗ്രതയുണ്ടാകണം. ആ നിസ്കാരവും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണോ? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. മാനസികമായ സാന്നിധ്യമില്ലാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം കൊണ്ട് രക്ഷയല്ല, ശിക്ഷയാണ്. മോചനമല്ല, പ്രതിസന്ധിയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. അവിടുന്ന് ലോകമാന്യതയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവർ, ആളുകളെ കാണിക്കാൻ നിസ്കാരക്കാരിയാണെന്നോ നിസ്കാരക്കാരനാണെന്നോ, ഞാൻ വലിയ ആരാധന ചെയ്യുന്നയാളാണെന്നോ ചിന്തിപ്പിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ, അതുകൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടുകയില്ല. അങ്ങനെ ഒരു അഹംബോധം വന്നു പോയാൽ നമ്മുടെ ആരാധനകൾ മുഴുവനും നശിച്ചു പോകുന്നതാണ്. ചില സാധാരണക്കാരുണ്ട്, അവര് കുറെ കാലം എല്ലാ തെമ്മാടിത്തവും ചെയ്ത് നടന്നവരാണ്. അവസാനം ഒന്നിനും കഴിയാതെ വന്നപ്പോ പള്ളിയിൽ കയറി, തസ്ബീഹ് മാലയും എടുത്തു, ദിക്ർ തുടങ്ങി, ജമാഅത്തിൽ പങ്കെടുത്തു തുടങ്ങി. ചിലപ്പോഴൊരു 100-50 സുബ്ഹാനല്ലാഹ് ചൊല്ലി. അപ്പോഴേക്ക് അയാൾക്ക് തോന്നിപ്പോയി, ഞാൻ വലിയ തരക്കേടില്ല, വലിയ ദാക്കിറാണ്, ദിക്ർ ചൊല്ലുന്ന ആളാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ ആരാധന ചെയ്യുന്നയാളാണ്. ഇങ്ങനെ ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ അതോടെ അയാളുടെ അമലുകളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്? എല്ലാ അമലുകളുടെയും സമ്പൂർണമായി നിർവഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ പഴുതുകൾ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടിയപ്പോൾ അവിടുത്തെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്, ഓ നബിയേ, അവിടുന്ന് എന്തിനാണ് കാല് നീര് കെട്ടുന്നത് വരെ നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാൻ അവിടുന്ന് നന്ദിയുള്ള ദാസനാകണ്ടയോ? ആയിഷ, ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الضر من ورمي. പ്രിയപ്പെട്ടവരെ, കാല് നീര് കെട്ടിപ്പോയി വരുന്നത് വരെ നിസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ടും അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്നല്ല, ഞാൻ വലിയ നോമ്പുകാരനാണെന്നല്ല, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നല്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അറിയില്ലേ? ഒരു വഖത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോഴേക്ക് അതിന് കാരണമായ തോട്ടം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് മഹത്തുക്കളായ സ്വഹാബികളിലെ പ്രമുഖർ ചോദിക്കുകയാണ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, എന്തിനാണ് കരയുന്നത് ഉമറേ? ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത്, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കാനുള്ള സൽക്കർമ്മങ്ങളുണ്ടോ? അപ്പോഴാണ് സ്വഹാബത്ത് പറയുകയാണ്, ഖദ് തുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അൻത അൻഹു റാദ്. ഓ
والنبي صلى الله عليه وسلم أنكره നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഖദ് തൗഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻകറാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുറിച്ച് തൃപ്തി ഉണ്ടായിരിക്കെയാണ് വഫാത്തായത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അതൊരു തുരുമ്പ് പോലെ പിടിച്ച് സമാധാനം പറയുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അവിടുന്ന് ഹദീസ് വിജ്ഞാന ലോകത്തിലെ ചക്രവർത്തിയാണ്. ഒരാളും കവച്ചു വെക്കാനില്ല. അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ പറയുന്നത്, വിത്ർ നിസ്കാരം മുടക്കിയിട്ടില്ല, തറാവീഹ് നിസ്കാരം മുടക്കിയിട്ടില്ല, തഹജ്ജുദ് നിസ്കാരം മുടക്കിയിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നിട്ട് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ സ്വഹാബിയല്ലേ. വഫാത്താകാൻ നേരം കരയുകയാണ്. ഓ അബൂ ഹുറൈറ, എന്തിനാണ് കരയുന്നത് അബൂ ഹുറൈറ? ഉടനെ പറയുന്നു, സഫരി തവീലുൻ വസാദി ഖലീൽ. എന്റെ യാത്ര നീണ്ടതാണ്, എന്റെ കയ്യിൽ നീണ്ട യാത്രയ്ക്കുള്ളതൊന്നും ഇല്ല. എന്റെ യാത്ര നീണ്ടതാണ്, ഇനി അങ്ങോട്ടുള്ള യാത്ര എത്ര വലുതാണെന്നറിയില്ല. പരലോകത്തേക്കുള്ള യാത്ര വലുതാണ്, അതിനെന്റെ കയ്യിൽ ഒന്നും കരുതി വെച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിന്റെ സമയത്ത് പറയുന്നത് എന്താണ്? ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ ഖബറടക്കിയത്. വിഷയം ഞാൻ മാറുന്നില്ല. ആ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അവസാനം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മോളെ ഒന്ന് മാറി നിൽക്കൂ, ഇതാ ഇവിടെ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. അവരുടെ ആ അതിഥികളെ സ്വീകരിച്ചിട്ട് നീണ്ട യാത്രയിലേക്ക് പോവുകയാണ്. എന്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെയാണ് മുൻഗാമികളായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സ്വഹാബത്തുമൊക്കെ പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരെ, സഹോദരന്മാരെ, നമ്മൾ എന്തൊക്കെ തെറ്റു ചെയ്തവരാണ്. ഒരു പക്ഷേ കള്ളു കുടിച്ചവരുണ്ടാകാം, തോന്നിവാസം ചെയ്തവരുണ്ടാകാം, അന്യ പെണ്ണുമായി അവിഹിതമായി ഇടപെട്ടവരുണ്ടാകാം, അന്യ പുരുഷന്മാരുമായി തെറ്റു ചെയ്തവരുണ്ടാകാം, ഗീബത്ത് പറഞ്ഞവരുണ്ട്, നമീമത്ത് പറഞ്ഞവരുണ്ട്, പലിശയിൽ ഇടപെട്ടവരുണ്ട്. അങ്ങനെയെല്ലാം ജീവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പൊറുപ്പിക്കാൻ ഒരു മാസം തരുമ്പോൾ അതൊന്ന് വിനിയോഗിച്ചുകൂടയോ? ഈമാനോടെ പെരുമാറണം. ഇവിടെ മാനദണ്ഡം ഈമാനാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ആളുകളാണ് ഇന്ന് തറാവീഹ് 8 റക്അത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്കാരത്തിന്റെ 12 റക്അത്തും കട്ടുകളയുന്നവർ. ഇന്ന് 12 റക്അത്ത് മോഷ്ടിച്ചു എന്ന് മാത്രമല്ല, തറാവീഹ് എന്ന ഒരു പ്രത്യേക നിസ്കാരം റമദാനിൽ ഇല്ല എന്നുവരെ അത്തരം ആളുകൾ പറഞ്ഞു എത്തിപ്പോയി. അത് പ്രമാണങ്ങൾക്ക് എതിരാണ്. നമുക്ക് സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് എല്ലാ ഇമാമിയങ്ങളും 4 മദ്ഹബിന്റെ ഇമാമുകളും 20 റക്അത്തിൽ കുറഞ്ഞ ഒരു തറാവീഹ് ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. ശാഫിഈ ഇമാം പഠിപ്പിച്ചിട്ടില്ല, അബൂ ഹനീഫ ഇമാം പഠിപ്പിച്ചിട്ടില്ല, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, മാലികി ഇമാം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും 20 റക്അത്ത് തറാവീഹ് ആണ് പഠിപ്പിച്ചത്. മാത്രമല്ല മാലികി ഇമാം തങ്ങൾ മദീനയിലുള്ള ആളുകൾക്ക് തറാവീഹിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കാരം കൂടി കൂട്ടിയിട്ട് 36 റക്അത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ മക്കയിലുള്ള ആളുകൾ
4 റക്അത്ത് കഴിയുമ്പോൾ തവാഫ് ചെയ്യും. ആ തവാഫ് ചെയ്യാനുള്ള അവസരം മദീനക്കാർക്കില്ലല്ലോ. അതുകൊണ്ട് അവർ ആ ഇടകൂടി സുന്നത്ത് നിസ്കാരത്തിന് ഉപയോഗിക്കും. അങ്ങനെ തറാവീഹ് 34 റക്അത്താണ് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. താരീഖ് സ്വലാത്തി തറാവീഹ് ഫിൽ ഹറമൈനി ശരീഫൈൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. താരീഖ് അദദി റക്അത്തി തറാവീഹ്, തറാവീഹിന്റെ റക്അത്തുകളുടെ ചരിത്രം. ഹറമൈനി ശരീഫൈനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ മക്കയിലോ മദീനയിലോ 20-ൽ കുറഞ്ഞ ഒരു തറാവീഹ് നടന്നിട്ടില്ല. എന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് അതിൽ കുറഞ്ഞ തറാവീഹ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ആരോഗ്യമില്ലാത്ത ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്ക് കുഴഞ്ഞുപോയി, അയാൾക്കതേ പറ്റുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഒരാൾ 10 റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്ക് കുഴഞ്ഞുപോയി, കഴിയുന്നില്ല, അയാൾക്ക് ബാക്കി നിസ്കരിക്കാൻ കഴിയുന്നില്ല, എന്നാൽ അയാൾ 10 നിസ്കരിച്ചുള്ളൂ എന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ തറാവീഹ് റക്അത്തുകൾ 8 ഉള്ളൂ എന്ന വാദം പ്രമാണങ്ങൾക്ക് എതിരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ ഈമാനും ആദർശവും കർമ്മവും കലുഷമാക്കാൻ പാടില്ല. ഇതുപോലെ പരിശുദ്ധമായ റമളാൻ മാസമാകുമ്പോൾ നമ്മുടെ ഓരോ ആരാധനയും എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാനുള്ളതല്ല. എന്റെ ഉമ്മമാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്കും എനിക്കുമൊക്കെ പോകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും പോകുന്ന സ്വർഗ്ഗത്തിലേക്കാണ്. സ്വഹാബി വനിതകളിൽ നിന്ന് ആരെങ്കിലും ഒരാളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധരായ പത്നിമാരാകുന്ന നമ്മുടെ ഉമ്മമാരിൽ നിന്ന് ആരെങ്കിലും ഒരാളോ ഇന്ന് സ്ത്രീകൾ ഇതാ മുഖവും തുറന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നു എന്ന പേരിൽ പോകുന്നവരുണ്ട്. അത്തരം ഒരു പ്രവണതയ്ക്ക് പൂട്ടു നിന്നിട്ടില്ല, അങ്ങനെ പോയിട്ടേ ഇല്ല. ഇന്നത്തെ കാലം ഇസ്ലാമിനെ പൊളിച്ചെടുക്കുന്ന ചില സംഘടനകളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ഒരു മയ്യത്ത് നിസ്കാരം ഒരു പെണ്ണിന്റെ നേതൃത്വത്തിൽ കുറെ പെണ്ണുങ്ങൾ ഒരു മയ്യത്ത് നിസ്കാരം നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും അത് ടെലിവിഷനിലൂടെ കണ്ടു, ചില ആളുകൾ പത്രത്തിലൂടെ കണ്ടു, ഞാൻ പത്രത്തിലൂടെ വായിക്കാനിടയായി. അപ്പോൾ സൗദി അറേബ്യയിലെ ദമാമിലാണുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശരി, കണ്ട മാത്രയിൽ തന്നെ കഴിഞ്ഞുപോയ ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കി, ഹദീസുകൾ പരിശോധിച്ചു നോക്കി, ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിയുന്ന പ്രമാണങ്ങൾ മുഴുവനും നോക്കി. ഉമ്മമാരെ, ഈമാനുള്ള മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ കോടതിയിൽ പോകണമെന്ന ചിന്തയുള്ളവരെ, ഇവിടെ കാട്ടിക്കൂട്ടുന്നതല്ല ആരാധന, അള്ളാഹുവിനോടുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങളെ, അങ്ങനെ ഒരു പ്രവണത, ഒരു പെണ്ണ് ഇമാമത്ത് നിന്ന് പരസ്യമായി കുറെ പെണ്ണുങ്ങൾ പോയി വിപുലമായ ഒരു പെണ്ണിന്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം 1400 കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, നടന്നിട്ടേ ഇല്ല. ഇവിടെ പ്രതികരിക്കാൻ ആരുണ്ടായി? ഇവിടെ പ്രതിഷേധിക്കാൻ ആരുണ്ടായി? അള്ളാഹുവിന്റെ മതത്തെ പരസ്യമായി പാളയത്ത് വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ പ്രതികരിക്കാൻ ആളില്ലാത്ത കാലം, അതും ഒരഭിമാനമായി എടുത്തു പിടിക്കുന്ന ആളുകൾ. അവിടെ മയ്യത്ത് നിസ്കരിക്കപ്പെട്ട വ്യക്തി, അവർ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നവരാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇസ്ലാമികമായി നമ്മൾ അവരുടെ സഹോദരങ്ങളാണ്. പക്ഷേ അതിന്റെ പേരിൽ അവിടെ നടത്തിയ പരസ്യമായ ജമാഅത്ത് നിസ്കാരം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല. ഇതുപോലെ ഇന്ന് നാടുകളിൽ, പല നാടുകളിലും സ്ത്രീകളെ തറാവീഹ് എന്ന പേരിൽ വിളിച്ചു കൊണ്ടുപോയി വീടുകളിലോ പള്ളികളിലോ ഒക്കെ നിസ്കരിപ്പിക്കുന്നുണ്ട്. സഹാബത്ത് വന്ന് മതം നടത്തിയ നാടാണിത്, താബഈങ്ങൾ ജീവിച്ച നാടാണിത്, അതുപോലെ മഹത്തുക്കൾ കഴിഞ്ഞുപോയ നാടാണിത്, പ്രമാണങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരുള്ള നാടാണിത്. ഒരൊറ്റ സ്ഥലത്തും അങ്ങനെ ഒരു നിസ്കാരമില്ല.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് വേണ്ടി കൈ ഉയർത്തി ദുആ ചെയ്ത് മുസല്ലയിൽ ഇരുന്ന് നിസ്കരിച്ചോളൂ. തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ കൊണ്ടുപോയി ജമൽ യുദ്ധത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയതല്ല, യുദ്ധം ചെയ്യാൻ കൊണ്ടുപോയതല്ല, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ കൊണ്ടുപോയതല്ല, ആയിഷ ബീവി യുദ്ധത്തിന് പുറപ്പെട്ടതുമല്ല. മറിച്ചോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും അതുകൊണ്ട് ഉമ്മ നിങ്ങളൊന്ന് പറഞ്ഞാൽ അതിൽ ജാഗ്രതയുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പരിപൂർണമായും ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട് ദീനിയായ ഒരു മസ്ലഹത്ത് എന്ന നിലയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് നിവേദനം കൊടുക്കാൻ പുറപ്പെട്ടതാണ്. എത്തിപ്പെട്ടതോ അത് യുദ്ധത്തിലേക്കായിരുന്നു. അത് വലിയ അബദ്ധമായി പോയി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംനസ് സ്വലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്നും നിസ്കാരം നിലനിർത്തണമെന്നും പഠിപ്പിക്കുന്ന ആയത്ത്. ആ ആയത്ത് ഓതുന്ന സമയത്ത് ആയിഷ ബീവി കരയാറുണ്ട്. അവിടുത്തെ മക്കനെ നനയുന്നത് വരെ എന്ന് മഹത്തുക്കളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അടയാളപ്പെടുത്തുമ്പോൾ ഉമ്മമാരെ ഇത് പേര് പറഞ്ഞിട്ട് ഇന്ന് ചില സംഘടനകൾ സഹോദരിമാരെ പിടിച്ച് തെരുവിലേക്ക് ഇറക്കാറുണ്ട്, സമരങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട്, യുദ്ധത്തിന് പോകാമെന്ന് പറയാറുണ്ട്. വ്യക്തമായ അബദ്ധമാണ്. മുഫസ്സിറുകൾ ഇത് വിശദീകരിച്ചതാണ്, മുൻഗാമികളിലൊക്കെ കണ്ടുപഠിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ ഔറത്തുകൾ മറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? ഓ നബിയേ, അവിടുത്തെ പള്ളിയിൽ ഒന്ന് മഅ്മൂമത്തായി നിസ്കരിച്ചോട്ടെ. ഇമാമാരാണ്, മഅസൂമായ നബിയാണ്, തെറ്റുവരുമെന്ന് സങ്കല്പിക്കപ്പെടാൻ പോലും പറ്റാത്ത മഅസൂമായ നബിയാണ്. പിന്നിൽ നിൽക്കുന്നതാരാണ്? മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുടെ നേതാക്കളാണ്, അഥവാ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ പിന്നിൽ ഒന്ന് പോയി നിസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അനുമതി കൊടുക്കുന്നില്ല. മോളെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, തൊട്ടടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നിന്റെ വീടിനോടടുത്ത പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നിന്റെ വീടിന്റെ പുറത്തെ മുറിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, വീടിന്റെ അകത്തെ ഹാളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നിന്റെ പ്രൈവറ്റ് റൂമിൽ നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും പുണ്യകരമെന്ന് ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൽ നിന്ന് മതം നമുക്ക് പറഞ്ഞു തന്ന നബിതങ്ങൾ, അല്ലാഹുണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന നബിതങ്ങൾ, കലിമത്തു ഷഹാദയെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയ നബിതങ്ങൾ, ഖുർആൻ നമുക്ക് ഓതി തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതിനപ്പുറം ഒരു കൂലി നാട്ടിലെ പള്ളികളിൽ കിട്ടുമോ? അതിനപ്പുറം ഒരു കൂലി വാഗ്ദാനം ചെയ്യാനുള്ള ഇമാമുകൾ ഇവിടെയുണ്ടോ? സംഘടനകൾ ഇവിടെയുണ്ടോ? ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഈമാനോടെ, അതാണ് ഖുർആൻ ഹദീസ് പഠിപ്പിച്ചത്. മൻ ഖാമ റമളാന ഈമാനൻ, പരിപൂർണമായ ഈമാനോടെ രാത്രി നിസ്കരിച്ചാൽ. ഈമാനുള്ള ആളുകൾ അല്ലാഹുവിന്റെ നിയമത്തെ പാലിച്ചു നിസ്കരിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശത്തെ പാലിക്കുന്നവരാണ്. കാരണം യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത്. ഖുർആൻ പഠിപ്പിക്കുന്നു, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കും, അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ വിശ്വസിക്കും, സ്വർഗത്തിൽ വിശ്വസിക്കും, നരകത്തിന്റെ ശിക്ഷയെ വിശ്വസിക്കും. അവരാണ് ആളുകൾ മുഅ്മിനീങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ അവർ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവരാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈമാനോടുകൂടി നിസ്കരിക്കണം. നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഈമാനോടെ നിസ്കരിച്ചു. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നിസ്കരിച്ചു. ആരെയും കാണിക്കാനല്ല, എണ്ണം തികയ്ക്കാനല്ല. മറിച്ചോ ഹജ്ജിനൊക്കെ പോകുമ്പോ ചില സഹോദരിമാര് ഉംറയുടെ എണ്ണം പറഞ്ഞിങ്ങനെ പെരുമ പറയും. 50 ഉംറ ചെയ്തു, 100 തവാഫ് ചെയ്തു, 250 തവാഫ് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടി എണ്ണം പിടിച്ചുകൊണ്ട് പോകുന്ന മത്സരിക്കുന്ന സ്വഭാവം ഉണ്ട്. അങ്ങനെ മത്സരിക്കാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കഅബാലയത്തിന്റെ മുന്നിൽ പോയി തവാഫ് ചെയ്യൽ വലിയ പുണ്യമാണ്. പക്ഷേ അവിടെ പുരുഷന്മാരെ തിക്കിത്തിരക്കി ബഹളം ഉണ്ടാക്കിയിട്ട് തവാഫ് അധികരിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഹജറുൽ അസ്വദ് മുത്തൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് അന്യ പുരുഷന്മാരോട് യുദ്ധം പിടിക്കാനോ അവരോട് തിരക്ക് കൂടാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതൊന്നും എന്റെ വകയല്ല. ഇമാം ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്യുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉംറയുടെ തവാഫ് കഴിഞ്ഞു. അപ്പൊ കൂടെയുള്ള സ്വഹാബി വനിത പറഞ്ഞു, വരൂ നമുക്ക് പോയി ഹജറുൽ അസ്വദ് ഒന്ന് മുത്താം. അപ്പൊ ആയിഷ ബീവിയുടെ മറുപടി, അവിടെ പുരുഷന്മാർ തിരക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല. ഇത് ഇമാം ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തു. മറ്റു പല മഹത്തുക്കളും നിവേദനം ചെയ്തു. ഇന്നും താരീഖുൽ മക്ക അൽ മുസവ്വർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് വീണ്ടും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അമലുകൾ എങ്ങനെയെങ്കിലും ചെയ്യുകയല്ല, അമലുകൾ കൃത്യമായി ചെയ്യുമ്പോഴേ നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കൂ. ഞാൻ ഹജറുൽ അസ്വദ് മുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഹറമിൽ ചെല്ലുമ്പോൾ, അവിടുന്ന് കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഹജ്ജിന്റെ അവസരങ്ങളിൽ കാണിക്കുന്ന പോര് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഹജറുൽ അസ്വദ് മുത്തി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് മക്കന മുഴുവനും ഊരിപ്പോയിട്ടുണ്ടാകും. ശരീരം ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങിയിട്ട് എന്തൊക്കെയോ ഒരവസ്ഥയിൽ ആയിട്ടുണ്ടാകും. അങ്ങനെ ഹജറുൽ അസ്വദ് മുത്താൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, മതം പഠിപ്പിച്ചിട്ടില്ല. നീ നിന്റെ സ്ത്രീത്വം സംരക്ഷിക്കണം. നീ അന്യപുരുഷന്മാരോട് തിരക്കാൻ പാടില്ല, തിക്കും തിരക്കും ഉണ്ടാക്കാൻ പാടില്ല. ഇത് പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ നിയമം പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഉമ്മമാരോട് പറയുന്ന റമദാൻ മാസമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തറാവീഹ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം. അതിന് നിസ്കാരക്കുപ്പായം കൊണ്ട് കെട്ടി ഇറങ്ങിപ്പോകുന്ന പരിപാടി വേണ്ട. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കൽ, സമ്പത്തിന്റെ സക്കാത്ത് വിഹിതമെത്തിയാള് കൊടുക്കൽ നിർബന്ധമാണ്. എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന് അല്ലാഹു തആല നിശ്ചയിച്ച അവകാശികൾ ഉണ്ട്. അല്ലാഹു തആല നിശ്ചയിച്ച അതിന് അർഹതപ്പെട്ട ആളുകളുണ്ട്. അവർക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. കേട്ടോ, ഫുഖറാക്കന്മാർക്ക്, മിസ്കീന്മാർക്ക്, കടം കൊണ്ട് വലഞ്ഞവർക്ക്, ഇസ്ലാം ആശ്രയിച്ച നവമുസ്ലിംകൾക്ക് തുടങ്ങിയ ആളുകൾക്ക് പരമാവധി മുതലിന്റെ ഉടമസ്ഥൻ കൊണ്ടു കൊടുക്കണം. ഇനി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ വിശ്വസ്തനായ സത്യസന്ധനായ ഒരാളെ ഏൽപ്പിക്കണം. ഇതെന്റെ സക്കാത്താണ്, ഇന്ന ആൾക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. ഈ ഏൽപ്പിക്കപ്പെട്ടയാൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. വക്കീല് വക്കാലത്താക്കാൻ പാടില്ല. ഇങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് ചോദിച്ചു വാങ്ങിക്കൊണ്ട് പിടിച്ചുകൊണ്ട് മറക്കാൻ ഒരു സംഘടനയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഭരണകൂടങ്ങൾക്ക് പോലും ഏൽപ്പിച്ചിട്ടുള്ളതിൽ പരിധിയുണ്ട്. ഇസ്ലാമിക ഭരണകൂടങ്ങൾ പോലും സക്കാത്തുകൾ ഏതൊക്കെ ചോദിച്ചു വാങ്ങാം, ഏതൊക്കെ ചോദിച്ചു വാങ്ങിക്കൂടാ എന്ന വ്യക്തമായ വിശദീകരണം ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. സാധുവായ ഞാൻ ഈ വിഷയത്തിൽ മാത്രം 2 മണിക്കൂർ ക്ലാസ് CD ആയി ഇറക്കിയിട്ടുണ്ട്. അത് കിട്ടുന്നവരൊക്കെ വാങ്ങി കേൾക്കണം. അതിൽ സക്കാത്തിന്റെ നിയമങ്ങളും മസലകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവരാണ്, ജിഹാദ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് സക്കാത്ത് തന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന സക്കാത്ത് അവകാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ചില സംഘടനകൾ വരും. അങ്ങനെ ഒരു വകുപ്പേ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു വകുപ്പേ ഈ രാജ്യത്തില്ല. അതുപോലെ ഞങ്ങളുടെ സംഘടനയിൽ 8 വിഭാഗം ആളുകൾക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും.
അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ സംഘടനകൾ കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുന്ന ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില പത്രങ്ങളിൽ കാണാം സക്കാത്ത് സെല്ല് കേരള എന്ന് പറഞ്ഞ അഭ്യർത്ഥന വരും. ആ അഭ്യർത്ഥനയിൽ വഞ്ചിക്കപ്പെടല്ലേ മുസ്ലിമീങ്ങളെ. അങ്ങനെ സെല്ലുകൾ കടച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സക്കാത്ത് കൊടുത്തവരല്ല. കാരണം കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട വിധം കൊടുക്കേണ്ട അനുപാതത്തിൽ കൊടുക്കുമ്പോഴേ സക്കാത്താകൂ. വീട്ടിൽ വരുന്നവർക്കെല്ലാം ചില്ലറ വാരി കൊടുത്താൽ അത് സക്കാത്താവൂല. വരുന്നവർക്കെല്ലാം നാഴിയൊരു വീതം കൊടുത്താൽ സക്കാത്താവൂല. കച്ചവടക്കാരൻ അവന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോൾ അതിന്റെ കണക്കെടുക്കണം. കണക്കെടുത്തിട്ടാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ബിസിനസ്സുകാരൻ, അതുപോലെ നിക്ഷേപകൻ, അവന്റെ നിക്ഷേപത്തിന്റെ ഒരു കൊല്ലം തികയുമ്പോൾ അതിന്റെ കണക്കെടുക്കണം. എന്നിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ സക്കാത്ത് കൊടുക്കേണ്ട നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ നമുക്കതിൽ കൃത്യതയോടെ രക്ഷപ്പെടാൻ കഴിയൂ. മുഅ്മിനീങ്ങളെ, അല്ലാതെ ഏതെങ്കിലും സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികൾക്ക് പോലും സക്കാത്ത് സമാഹരിക്കാനും വിതരണം ചെയ്യാനും അവകാശമില്ല. ഞങ്ങൾ ഈ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയാണ്, എല്ലാവരും ഫിത്ർ സക്കാത്തിന്റെ അരി പള്ളിയിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാൻ ആരാണ് മഹല്ല് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയത്? ഏത് നിയമത്തിന്റെ മാനദണ്ഡത്തിലാണ്? അങ്ങനെ ഒരു നിയമമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ നാട്ടിലെ എന്തെങ്കിലും പേക്കൂത്തുകളുടെ നടുവിൽ കിടന്നുകൊണ്ട് മറ്റ് ആരാധനകളിലേക്ക് പെട്ടുകൂടാ. 2-3 വർഷം മുമ്പ് ഖത്തറിൽ ചെല്ലുമ്പോൾ അവിടെ പള്ളിയിൽ ഒരു സ്റ്റിക്കർ കണ്ടു. നിങ്ങളുടെ സക്കാത്ത് വിടാൻ ക്യൂട്ടലിലേക്ക് 5555 എന്ന മെസ്സേജ് അയക്കുക എന്നാണ് ഖത്തറിലെ ഒരു പള്ളിയിൽ ഒരു സ്റ്റിക്കർ കണ്ടു. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ 5555 എന്ന നമ്പറിലേക്ക് സക്കാത്ത് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ നിങ്ങൾ പ്രീപെയ്ഡ് കസ്റ്റമർ ആണെങ്കിൽ അപ്പൊ തന്നെ 10 റിയാൽ കട്ടാവും. നിങ്ങളെ ഫിത്ർ സക്കാത്ത് കഴിഞ്ഞു. കൂപ്പൺ കയറ്റുന്ന ആളുകളാണ്. അതല്ല പോസ്റ്റ് പെയ്ഡ് കസ്റ്റമർ ആണെങ്കിലോ അടുത്ത മാസത്തെ ബില്ല് വരുമ്പോൾ STD കോൾസ്, ISD കോൾസ്, മെസ്സേജ്, ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ അവസാനം കാണും ഫിത്ർ സക്കാത്ത് 10 റിയാൽ എന്നാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സക്കാത്ത് അടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കണ്ടു. അങ്ങനെ അടച്ചാൽ സക്കാത്ത് ആവൂല. നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ ഇനി ആളുകൾ ഇറങ്ങും. നിങ്ങൾ മൊബൈലിലൂടെ അയച്ചാൽ മതി. ഇപ്പൊ തന്നെ മൊബൈൽ ബിസിനസ്സുകൾ തുടങ്ങി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആറ്റിങ്ങൽ സമീപത്ത് വെച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ കൊമേഴ്സ്, ബിസിനസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് തുടങ്ങിയുള്ള വിഷയങ്ങൾ ഇസ്ലാമികമായ മാനദണ്ഡം എന്താണെന്നും അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടാമെന്നും വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സാധുവായ ഞാൻ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. അതിന്റെ നോട്ടീസും മറ്റു കാര്യങ്ങളും ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അതിലെത്തി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ മതത്തിലെ ആരാധനകൾ അതതിന്റെ ചിട്ടയും വട്ടവും മര്യാദയും അനുസരിച്ചുകൊണ്ട് ചെയ്താലേ അതിലേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. കാരണം എന്താണ്? ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ അള്ളാഹു തആല സ്വീകരിക്കുന്നതല്ല. എല്ലാ അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അള്ളാഹുവിലേക്ക് സൂക്ഷ്മതയുള്ളവരാരാണ്, ഈമാനുള്ളവരാരാണ്, തഖ്വയുള്ളവരാരാണ്, ബോധമുള്ളവരാരാണ്, അവരെ നോക്കിയിട്ടാണ് പ്രതിഫലം കേട്ടോ. അതുകൊണ്ട് റമളാനിന്റെ മുന്നോടിയായി എന്റെ ഈമാനുള്ള ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ റമളാനിനെ ഈമാനോടെ വരവേൽക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഇഹ്തിസാബാ. ആരെങ്കിലും ഈമാനോടെ നോമ്പെടുത്താൽ, ഇവിടെ പല സാഹിത്യകാരന്മാരും നോമ്പെടുക്കുന്നുണ്ട്, പല എഴുത്തുകാരും നോമ്പെടുക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാര് നോമ്പെടുക്കുന്നുണ്ട്,
മറ്റു പല മതത്തിലുമുള്ള ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പല ശാരീരികമായ നേട്ടങ്ങളും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെങ്കിൽ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ, അല്ലാഹുവിന്റെ അടുക്കൽ അവന് വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാനോട് അമൽ ചെയ്യണം, അല്ലാതെ പ്രതിഫലമില്ല. അതുകൊണ്ട് റമളാനിനെ ആദരിക്കണം. ഭക്ഷണം കച്ചവടം ചെയ്യുന്ന ഹോട്ടൽ നടത്തുന്ന ആളുകൾ റമളാനിൽ പരസ്യമായി കച്ചവടം ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. റമളാനിന്റെ മഹാത്മ്യത്തോട് വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ നമ്മൾ രോഗകാരണമായോ മറ്റോ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകൾ പരസ്യമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ നോമ്പുകാരനെ പോലെ നടക്കണം. നമ്മൾ ഒരു മാസം ഹോട്ടല് മുടങ്ങിക്കിടന്നാൽ മാർക്കറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുമെന്ന് ഇസം പറയുന്ന ആളുകളുണ്ട്. എങ്ങനെയായാലും അങ്ങനെ പരിശുദ്ധമായ റമളാനിന്റെ മഹാത്മ്യത്തിനെതിരെ അങ്ങനെയൊന്നും നടത്താൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റമളാൻ മാസം വന്നാൽ നമ്മുടെ കൽബുകളിൽ ആനന്ദമുണ്ടാകണം, ആഹ്ലാദമുണ്ടാകണം. ആ റമളാനിലോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. കുടുംബ ബന്ധങ്ങൾ ചേർക്കണം, വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി നോമ്പ് തുറയും മറ്റുമൊക്കെ സംഘടിപ്പിക്കണം. അയൽപക്ക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണം. അതിനൊക്കെ വലിയ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ്. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ ശിക്ഷണത്തിൽ വളർത്തണം. സ്കൂളിൽ പോകുന്ന മക്കളുടെ പഠനം കൊളമായി പോകുമെന്ന് പറഞ്ഞ് ചെറിയ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാത്തവരുണ്ട്. ആരോഗ്യമുള്ള മക്കളെ കൊണ്ട് മുഴുവനും നോമ്പ് പിടിപ്പിച്ചവരെ പരിശീലിപ്പിക്കണം. ഇസ്ലാമിന്റെ ചിട്ടവട്ടത്തിൽ വരാനുള്ള അവസരം അവർക്ക് നൽകണം. മുഅ്മിനീങ്ങളെ, അതാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മതം പഠിച്ച ബഹുമാനപ്പെട്ട ഹസനൈനി ആരാണ്? കുഞ്ഞുമക്കളല്ലേ. പക്ഷേ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അങ്ങേറ്റത്തെ ആകാംക്ഷ വെച്ച് പുലർത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടക്കളത്തിലിറങ്ങിയവരാണ്. ഞാനിനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഉമ്മ പെങ്ങന്മാരോട് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റമളാനിന്റെ രാപ്പകലുകളുടെ ആദരവിനെ മറന്നുകൂടാ. തലനോമ്പ് 3 മാത്രം എടുത്തിട്ട് ഒഴിവാക്കിക്കൂടാ. ഓഫീസിൽ പോകണം, പള്ളിക്കൂടത്തിൽ പോകണം, ജോലിക്ക് പോകണം, അങ്ങനെ ഉപാധികൾ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരുണ്യമായി നൽകിയ റമളാൻ മാസത്തിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തി നടന്നുകൂടാ. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്, നാളെ അവസാനിക്കുന്ന ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇതെവിടെ വരെയുണ്ടെന്നറിയില്ല. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് വർക്കലക്കടുത്ത് പാലച്ചിറയിൽ അഥവാ നരിക്കല്ല് മുക്കിനടുത്തായിരുന്നു വാള്. അന്ന് ഇതുപോലെ അവിടെ കെട്ടിയിരുന്ന ടാർപ്പായ പിടിച്ചു കെട്ടാൻ, അവിടെ വേദിയൊരുക്കാൻ കൂടെയുണ്ടായിരുന്നൊരു സഹോദരൻ ഇന്ന് 6 അടി മണ്ണിന്റെ കീഴിലാണ്. തകർന്ന ബൈക്കിന്റെ ചിത്രം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലയോ? അല്ലാഹു നിശ്ചയിച്ച അതിരെത്തിയാൽ പിന്നെ ഒരു കടുകിട മുന്നോട്ട് പോകാനോ ഒരണുയുടെ പിന്നോട്ട് പോകാനോ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈമാനുള്ളവരെ, നബാത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു നബാത്തുൽ മിസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്റെ കുഞ്ഞുമക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട വയസ്സന്മാരെ, നിങ്ങളുടെ ദാടി നരച്ചില്ലേ, മുടി നരച്ചില്ലേ, തൊലിക്ക് ചുളിവ് വീണുപോയില്ലേ?
പഴുത്ത മാങ്ങ പിന്നെ മാവിൽ നിൽക്കാറുണ്ടോ? അതൊരു കാറ്റടിക്കേണ്ടതല്ലേ ഉള്ളൂ മറിഞ്ഞു വീഴാൻ, കാക്ക കൊത്തേണ്ടതല്ലേ ഉള്ളൂ അടർന്നു വീഴാൻ. പഴുത്ത മാങ്ങ പിന്നെ നിൽക്കാറില്ലല്ലോ. അതുപോലെ വയസ്സന്മാരെ, നിങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ദാടി രോമങ്ങൾ നരച്ചു പോയിട്ടുണ്ട്, തലയിലെ രോമങ്ങൾ നരച്ചു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കധികം കാലമില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറായിക്കോളൂ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പച്ചമാങ്ങ പറിച്ചിട്ട് കറി വെക്കാറില്ലേ? അച്ചാറിടാറില്ലേ? പാചകം ചെയ്യാറില്ലേ? ചിലപ്പോൾ കടിച്ചു തിന്നാറില്ലേ? അതുപോലെ ചെറുപ്പക്കാരെ, നിങ്ങൾക്കും മരണം അന്യമല്ല. എപ്പോഴോ വന്ന് നിങ്ങളെയും മരണം കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ഇതാ നാഷണൽ ഹൈവേയിൽ ദിവസേന എത്ര അപകടമാണ് നടക്കുന്നത്, എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. അതിൽ ചെറുപ്പക്കാരില്ലേ? ഒരാഴ്ചത്തെ പത്രം തുടർച്ചയായി നോക്കിയാൽ 1 മുതൽ 100 വരെ വയസ്സ് പ്രായമുള്ള ആളുകൾ മരണപ്പെട്ടത് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നിന്റെയും എന്റെയും പ്രായം മരണത്തിന് പറ്റാത്ത പ്രായമല്ല. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിക്കോ. പെങ്ങന്മാരെ, നിങ്ങളുടെയും പ്രായം മരണത്തിന് പറ്റാത്തതല്ല. 16കാരികൾ മരിക്കാതിരിക്കില്ല, 18കാരി മരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ എല്ലാ പ്രായത്തിനും മരണത്തിന് പരിചയമുള്ള പ്രായമാണ്. എല്ലാ പ്രായക്കാരെയും അസ്റായീൽ പിടിച്ചു പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. കുഞ്ഞുമക്കളെ, കണ്ണിമാങ്ങ അടന്നു വീഴുന്നത് കണ്ടിട്ടില്ലേ? അതെടുത്ത് കടിച്ചു പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള മാങ്ങാണ്ടി ഞെരടി കളിച്ചിട്ടില്ലേ? അതുപോലെ കുട്ടികളെ, മരണം നിങ്ങൾക്കും അന്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു നബാത്തത്തുൽ മിസ്രി റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ഈമാനോടെ ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. ഇവിടുത്തതെല്ലാം നാളെ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആർഭാടത്തിനു വേണ്ടി, കൊട്ടാരത്തിനു വേണ്ടി, ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മതത്തെ പണയം വെച്ചുകൂടാ. ഇന്ന് ഏറ്റവും വലിയ കുറ്റകൃത്യം നടക്കുന്നത് എവിടെയാണ്? ഹാജിയാമാരെന്നില്ല, വലിയ തലപ്പാവ് കെട്ടിയവരെന്ന് ചിലപ്പോഴില്ല, ഏതൊക്കെയോ മാനദണ്ഡങ്ങളില്ലതാ മിക്ക ജനങ്ങളും ഇന്ന് പലിശയ്ക്ക് അടിപ്പെടുകയാണ്. ഒന്നുകിൽ കച്ചവടത്തിനാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനാണ്, അല്ലെങ്കിൽ കല്യാണത്തിനാണ്. ഏതൊക്കെയോ നിലകളിൽ പലിശയ്ക്ക് അടിപ്പെട്ടു പോയില്ലേ? പെട്ടുപോകല്ലേ? അറിയുമോ, അള്ളാഹുവിന്റെ ഖുർആൻ നേരിട്ട് സമരം പറഞ്ഞതാണ്. യംഹഖുല്ലാഹു റിബാ ഹറമല്ലാഹു റിബാ. അല്ലാഹു തആല പലിശയെ ഹറാമാക്കി എന്ന് ഒരു ഗവേഷണം നടത്തിയ പണ്ഡിതന്റെ റിസൾട്ട് അല്ല, മറ്റേതെങ്കിലും മദ്ഹബിന്റെ ഇമാമുകൾ കേവലം പറഞ്ഞതല്ല. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വായുവും വെള്ളവും ജലവും എല്ലാം നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരസ്യമായ പ്രഖ്യാപനമാണ്. അല്ലാഹു തആല പലിശയെ ഹറാമാക്കി പോയി. ഇനിയും ധൈര്യമുണ്ടോ പലിശ വാങ്ങാൻ? ഇനിയും ധൈര്യമുണ്ടോ പലിശ കൊടുക്കാൻ? ഇന്നത്തെ ഒട്ടുമിക്ക ആളുകളും പെട്ടുപോയി. ഉമ്മമാരെ, ചെറിയൊരാവശ്യം വരുമ്പോഴേക്ക് ആഭരണവും എടുത്ത് തൊട്ടടുത്തുള്ള പണയ ബാങ്കിലേക്ക് പോയി പണയം വെച്ചിട്ട് പലിശ കൊടുക്കുന്നില്ലേ? ഹറാമാണ് കേട്ടോ, അല്ലാഹു വിലക്കിയതാണ്.
അതുകൊണ്ട് പലിശയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കണം. കണ്ടില്ലേ നിങ്ങൾ, മൻ ഫത്തറ, ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ബിതഅമിൻ ഔ ശറാബിൻ മിൻ ഹലാൽ, ഹലാലായ ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഹലാലായ പാനീയം കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ സല്ലത്ത് അലൈഹിൽ മലായികതു ഫീ സഅഅത്തി റമളാൻ വസല്ല അലൈഹി ജിബ്രീലു ഫീ ലൈലത്തുൽ ഖദർ. ജിബ്രീൽ അലൈഹിസ്സലാം ലൈലത്തുൽ ഖദറിലും മറ്റു മാലാഖമാർ അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഹലാലായ സ്വത്ത് കൊണ്ട് നോമ്പ് തുറപ്പിക്കണം, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മുടെ സ്വത്ത് ഹലാലാകണം, 100% ഹലാലാകണം. ഇന്ന് കൂടുതൽ ആളുകളും പലിശപ്പെട്ടു പോകുന്നത് കുടുങ്ങിയിട്ടൊന്നുമല്ല, ഉള്ളതിനപ്പുറം ജീവിതത്തെ പ്ലാൻ ചെയ്തതുകൊണ്ടാണ്. ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ നമുക്കറിയില്ല. 50,000 കിട്ടിയാൽ അതിന് ഹലാലായ നിലയ്ക്കൊരു കച്ചവടം നടത്തിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു നോക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യും. 50,000 കിട്ടുമ്പോൾ 1,00,000 ബിസിനസ് തുടങ്ങാൻ 50,000 രൂപ ലോൺ എടുക്കും, ഉള്ള സമ്പത്തും കൂടി ഹറാമാക്കും. ഇതല്ലേ ഇന്ന് കാണുന്ന പ്രവണത? ഇങ്ങനല്ലേ ആളുകൾ പലിശയിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ സമരം പ്രഖ്യാപിച്ചതാണ്. പലിശക്കാരായ ആളുകൾ മിഅ്റാജിന്റെ രാത്രിയിൽ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അതുപോലെ പലിശക്കാരായ ആളുകളുടെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു. അതുകൊണ്ട് ഉമ്മമാരെ, LICയും എന്ത് IC ആണെങ്കിലും ഇൻഷുറൻസ് കോർപ്പറേഷനുകളിൽ പോളിസി എടുത്തിട്ട് നടക്കുന്ന ദാതാമാരുണ്ട്, വീട് വീടാന്തരം കയറിയിട്ട് പോളിസി എടുപ്പിക്കുന്ന ദാതാമാരുമുണ്ട്. അങ്ങനെയൊന്നും വഞ്ചിക്കപ്പെടല്ലേ. നമുക്ക് വലുത് ആഖിറമാണ്. ഈ തടിക്കൊരു വിലയുമില്ല. ഇന്നോ നാളെയോ ഇതിനോട് എന്റെ ആത്മാവ് വിട പറയുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് സലാം പറയുന്നതാണ്. അപ്പോഴോ പിന്നെ ജീവിതം തുടങ്ങുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 1400 കൊല്ലമായില്ലേ? 1400ഓളം കൊല്ലമായി ഖബറിൽ കിടക്കുന്നു. ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. എന്നിട്ട് എന്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോടാനുകോടി ആളുകളുടെ തർദിയത്ത് കിട്ടിപ്പോയി, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന കിട്ടിപ്പോയി. കാരണം ജീവിച്ച 26 കൊല്ലം ഇസ്ലാമിലായി ജീവിച്ചു, 26 കൊല്ലം അന്ന് മര്യാദക്ക് ജീവിച്ചതുകൊണ്ട് 1400 കൊല്ലത്തെ സ്വർഗ സമാനമായ ഖബർ കിട്ടി. അബൂജഹലിനെ അറിയില്ലേ? 11 കൊല്ലം റസൂലുള്ളാഹിക്കെതിരെ തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 1400 ചില്ലാനം കൊല്ലമായി കിടക്കുന്നു. പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് ലോകത്തിന്റെ മുഴുവനും ശാപമേറ്റുവാങ്ങുകയും അള്ളാഹുവിന്റെ ശിക്ഷയേറ്റുവാങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഖബറിൽ കിടക്കണം, അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രിയിൽ പോലും പലിശക്കാരൻ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുമാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മഹാനാണ്. ആ മഹാനാണ് മങ്കൂസ് മൗലിദ് എഴുതിയത്. ഇന്ന് ചില പുതിയ ആളുകൾ മങ്കൂസ് മൗലിദിനെ വിമർശിക്കുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന, ലോകത്ത് മുഴുവനും പ്രസിദ്ധിയുള്ള, ലോകം മുഴുവനും സമ്മതിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആ കാലഘട്ടത്തിൽ 500 കൊല്ലം മുമ്പ് തൗഹീദിനെതിരായ ശിർക്ക് എഴുതി വെക്കുമോ സുഹൃത്തുക്കളെ? അത് ചോദിക്കാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിക്കണ്ടല്ലോ, അത് ചോദിക്കാൻ നിങ്ങൾക്ക് ഹദീസ് പഠിക്കണ്ടല്ലോ, അത് ചോദിക്കാൻ നിങ്ങൾക്ക് കിതാബ് ഉണ്ടല്ലോ. 500 കൊല്ലം മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്ന, മക്കത്തെ ദർസിൽ പോയി ഓതിയ, ലോകം മുഴുവനും പ്രസിദ്ധിയുള്ള സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എന്ന ഇസ്ലാമിന്റെ പണ്ഡിതൻ 500 കൊല്ലം മുമ്പ് ശിർക്ക് എഴുതി വെച്ചിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിലകൊള്ളുമോ? ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി പോരെ? ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദിൽ ശിർക്ക് വരുമോ? 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മുഹയ്യിദ്ദീൻ മാല, ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് എഴുതിയ മുഹയ്യിദ്ദീൻ മാല,
സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയ കിതാബാണ്. അതിൽ ശിർക്ക് എഴുതിയിട്ട് ഈ 500 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ നേരെ എതിരുള്ള ശിർക്കിനെ അംഗീകരിച്ചു പോകുമോ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? 1100 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും 4-ൽ 1 മദ്ഹബ് അംഗീകരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഷാഫി റളിയല്ലാഹു ഇമാം ഷാഫി തങ്ങൾ വഫാത്തായിട്ട് 1100 കൊല്ലമാകാനായി. ഇതിന്റെ ഇടയിൽ 1000 കൊല്ലത്തിന്റെ ഇടയിൽ ലോകത്തെവിടെയും 4-ൽ 1 മദ്ഹബ് അംഗീകരിച്ചുകൂടാ എന്ന വാദം വന്നിട്ടില്ല. നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ഇപ്പോൾ വന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ ലോകത്തറിയപ്പെട്ട ഒരുപാട് ഇമാമുകൾ നിങ്ങൾക്കറിയില്ലേ? നബവി ഇമാമില്ലേ, ഗസാലി ഇമാമില്ലേ, റാഫി ഇമാമില്ലേ, റംലി ഇമാമില്ലേ, അങ്ങനെ തുടങ്ങി 10,000-കണക്കിന് ഇമാമുകളുണ്ട്. ആ ഇമാമുകൾ ആരെങ്കിലും 4-ൽ 1 മദ്ഹബ് അംഗീകരിക്കാത്തവരാണോ? അല്ല, അല്ല. ഇമാം ബുഖാരി തങ്ങൾ വരെ ശാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബുകാരനാണ്. 1000 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ പണ്ഡിതരെന്നോ പാമരരെന്നോ വ്യത്യാസമില്ലാതെ 4-ൽ 1 മദ്ഹബിനെ അംഗീകരിച്ചിട്ട് നമുക്കാണോ തർക്കമുള്ളത്? ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ പ്രസിദ്ധനായ മക്കയിൽ ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ്, അവിടുത്തെ ശിഷ്യനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അപ്പോൾ ഉസ്താദ് പറയുന്നതായി ശിഷ്യൻ ഉദ്ധരിക്കുകയാണ്, ഞാനിങ്ങനെ റമളാനിൽ 27-ാം രാവ് പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോഴോ അടയാളങ്ങളെല്ലാം നോക്കിയപ്പോൾ ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലായി. ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലായപ്പോൾ പുണ്യമുള്ള രാത്രിയാകുമ്പോൾ അദബുള്ള മക്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈമാനുള്ള മക്കൾ എന്താ ചെയ്യുന്നത്? വാപ്പ മരിച്ചിട്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്നു, ഉമ്മ മരിച്ചിട്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്നു. ലൈലത്തുൽ ഖദറാകുമ്പോ എല്ലാ ആത്മാക്കളും വീടുകളിലേക്ക് വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. അപ്പൊ ഇൽമു പഠിച്ച മകനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്റെ വാപ്പയുടെ ഖബർ ആ പള്ളി ഖബർസ്ഥാനിലുണ്ട്. ഞാൻ നേരെ വാപ്പാന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. അവിടുത്തെ വാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ഖബറിൽ നിന്ന് നിലവിളി കേൾക്കുന്നു. എന്ന് വലിയ നിലവിളി കേൾക്കുകയാണ്. ഞാൻ ആലോചിച്ചു, പടച്ചവനെ, അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന കാരുണ്യമിറങ്ങുന്ന ഈ രാത്രിയിൽ ആരാണ് ഖബറിൽ കിടന്ന് നിലവിളിക്കുന്നത്? അയാൾ എന്ത് കുറ്റക്കാരനാണ്? അയാൾ ഏത് തെറ്റാണ് ചെയ്തു പോയത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് മോമിനീങ്ങളെ, മഹാനവറുകൾ പറയുകയാണ്, ആ ഖബർ ഞാനൊന്ന് അടയാളം വെച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കാരണവന്മാര് വന്നു. അവരോട് ഞാൻ ചോദിച്ചു, ആ ഖബർ ആരുടേതാണ്? അപ്പോൾ അവര് പറഞ്ഞു, ഖബർ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്നയാളുടെ ഖബറാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അദ്ദേഹം നിസ്കരിക്കാത്ത ആളായിരുന്നോ? അല്ല. നോമ്പെടുക്കാത്ത ആളായിരുന്നോ? അല്ല. സകാത്ത് കൊടുക്കാത്ത ആളായിരുന്നോ? അല്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അയാള് സൽക്കർമ്മങ്ങൾ ഏറെക്കുറെയൊക്കെ ചെയ്തിരുന്നയാളാണ്. എന്നിട്ടും പിന്നെന്തേ അയാളുടെ കുഴപ്പമെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ അവസാനം അറിയുന്നത്, എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങൾ കൽബിൽ ഒന്ന് ആലോചിക്കണം. അവിടുന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചിന്തിക്കണം. ഉമ്മമാരാലോചിക്കണം, പെങ്ങന്മാര് ചിന്തിക്കണം, പലിശക്കടിപ്പെട്ട് ലോൺ എടുത്ത് വീട് വെക്കുന്നവരാലോചിക്കണം, അതുപോലെ തന്നെ ബിസിനസിന് വേണ്ടി ലോൺ എടുക്കുന്നവരാലോചിക്കണം, ആവശ്യമില്ലാതെ പലിശയിലേക്ക് പോയി വീഴുന്നവരാലോചിക്കണം. ഇയാളെ കുറിച്ച് പറയപ്പെട്ട കംപ്ലൈന്റ് എന്താണ്? ബിസിനസ് പൊട്ടിയപ്പോൾ ഉള്ള സംഖ്യ പലിശയ്ക്ക് കൊടുത്ത് പലിശ വാങ്ങിയിരുന്ന ആളാണ്. മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ലോകം മുഴുവനും അനുഗ്രഹിക്കുന്ന റമദാൻ മാസം, അതിൽ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ആ രാത്രിയിൽ ഖബറിൽ കിടന്നു നിലവിളിക്കുന്നു. ആരാണ്? പലിശയുടെ ആളാണ്. അതുകൊണ്ട് ഹറമല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ഇനി ആ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന് തീരുമാനിച്ചിട്ട് ഇനിയുള്ള ജീവിതകാലം അള്ളാന്റെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന് എന്നോടും എന്റെ നഫ്സിനോടും എന്റെ ശബ്ദം സഹിക്കുന്ന മോമിനീങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ ഈമാനോടെ ഉപയോഗപ്പെടുത്തി ആഖിറത്തിലേക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി അല്ലാഹു തആല നമുക്ക് ആക്കി തരട്ടെ. ലുബാബ മീഡിയ സെന്ററിലേക്ക് സ്വാഗതം. ഇസ്ലാമിക പ്രഭാഷണ കാസറ്റുകൾ, ദഫ് ആൽബം തുടങ്ങി ഒട്ടനവധി കാസറ്റുകളുടെ ശേഖരം. കൂടാതെ റെക്കോർഡിംഗ്, എഡിറ്റിംഗ് തുടങ്ങി എല്ലാ വർക്കുകൾക്കും ബന്ധപ്പെടുക. ലുബാബ മീഡിയ സെന്റർ, NAD, ആലുവ.